മോഡലിംഗിന്റെ മറവിൽ നടന്ന മനുഷ്യക്കടത്തിൽ നേരിട്ട ക്രൂരത വെളിപ്പെടുത്തി പരാതിക്കാരി. പണം വാങ്ങിയതും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തതും സിന്ധുവും അലീനയും ചേർന്നാണ്. നഗ്ന ദൃശ്യങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി പറയും. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഫോൺ ഇവർ കൈക്കലാക്കിയത് പ്രകാരം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുവാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവർ എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ വരുന്നതും അതും ഇതെല്ലാം ആയിട്ട് ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട്. കേസിൽ ഇതുവരെ 3 യുവതികളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. 3-ാം പ്രതി പൊന്നാനി സ്വദേശി മഞ്ജിമയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. 1-ാം പ്രതി സിന്ധുവിനെ നാളെ കേരളത്തിൽ എത്തിക്കും. അന്വേഷണത്തിന് പുതിയ ടീമിനെ രൂപീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ. ഫോട്ടോ വീഡിയോഗ്രാഫി എടുത്ത് പിന്നെ ഫർദറായിട്ട് അത് കോപ്പറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൂ അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കേസ് എടുത്ത് ഒരു ടീം രൂപീകരിച്ച്. സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്തായാലും ഈ പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്താനാകുന്നത് അത് എന്തായാലും സ്വാഗതാർഹമാണ്. പക്ഷേ അപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾ വിളിക്കുന്നത് കൊണ്ടും സ്ത്രീകൾക്കൊപ്പമാണ് ജോലി എന്നതൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ പെൺകുട്ടികൾ ഒരു വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു രാജ്യാന്തര സെക്സ് മാർക്കറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ആ ഞെട്ടൽ നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും രജിഷ, അതായത് ഈ കേസ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഇതിൽ ഈ പരാതിക്കാരി എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് മോഡലിംഗിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മാത്രമല്ല 4 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് വിസയുടെ ചാർജായി ഇവർക്ക് നൽകേണ്ടതായി. ഇതിൽ മുഖ്യ പ്രതിയായിട്ടുള്ള സിന്ധുവിനെ നാളെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അലീസ ഇവന്റ് മാനേജ്മെന്റ് എന്നായിരുന്നു ഇവരുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പേര്. ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലായിരുന്നു ഈ പെൺകുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. മാത്രമല്ല ഇതിൽ 2-ാം പ്രതിയായിട്ടുള്ള അലീന, ഈ അലീന എന്ന് പറയുന്നത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിൻ്റെ പെൺസുഹൃത്താണ്, ഭാര്യയാണ് എന്നെല്ലാം അവകാശപ്പെടുന്ന ഒരു സ്ത്രീ കൂടിയാണ്. മുൻപ് ബാറിൽ വെച്ച് ഒരു വയോധികനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി കൂടിയാണ് ഈ അലീന. ഇതിൽ 3-ാം പ്രതിയായിട്ടുള്ള പൊന്നാനി സ്വദേശി മഞ്ജിമയെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2 സ്ത്രീകൾ കൂടി ഈ കേസിൽ പ്രതികളായാലുണ്ട്. അതായത് സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ കൊച്ചിയിലെ ഗുണ്ടാ സംഘം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ അന്താരാഷ്ട്ര ബന്ധമുള്ള സെക്സ് റാക്കറ്റാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ പെൺകുട്ടി ചതിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇരയാക്കപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. ഇവിടെ നിന്നും വിദേശത്തേക്ക് എത്തിക്കുന്നു. വിദേശത്തെത്തിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ ഇവർക്ക് വിശ്രമിക്കാൻ സമയം കൊടുക്കുന്നു. ഈ സമയത്ത് ഇവർക്ക് ലഹരി മരുന്ന് കൊടുക്കുകയും 3-4 ആളുകൾ ചേർന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഈ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോസ് എടുക്കുന്നു. ഇത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ആദ്യം ഭീഷണിപ്പെടുത്തുന്നു. അതിന് വഴങ്ങാതിരുന്നപ്പോൾ ഏതാനും ചില ചിത്രങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവരോട് പറയുന്നു പെൺകുട്ടിയെ മറന്നു കളയൂ എന്ന് പറയുന്നു. അങ്ങനെ പെൺകുട്ടികളെ ഏതെല്ലാം രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് പിന്നീട് അവരിൽ നിന്ന് പണം ഈടാക്കുകയും പലർക്കായി കാഴ്ചവെക്കുകയും ചെയ്തിരുന്ന ഒരു വലിയ സംഘം. ആ സംഘമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്നത് മരട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. മരട് പോലീസ് പിന്നീട് എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഈ പരാതി കൈമാറുന്നു. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ പരിശോധനയിലാണ് ഇത് വലിയ സംഘമാണെന്ന് മനസ്സിലാക്കുകയും ഇന്നലെ വിദേശത്തേക്ക് കടക്കാൻ നിന്ന സിന്ധുവിനെ പിടികൂടുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ അലീനയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. മഞ്ജിമയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. മാത്രമല്ല ഈ ഗുണ്ടാ നേതാക്കളുടെ ബന്ധം കൂടി ഇനി പരിശോധിക്കും. അങ്ങനെ വലിയ ഒരു സെക്സ് റാക്കറ്റാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എന്തായാലും ആ പെൺകുട്ടി പറയുന്നത് പോലെ വലിയ ക്രൂരതകളാണ് അവർ നേരിടേണ്ടി വന്നത്. മയക്കുമരുന്ന് കലക്കി കൊടുക്കുമായിരുന്നു, ദൃശ്യങ്ങൾ പകർത്തുമായിരുന്നു. മാത്രമല്ല ഒരു നേരത്ത് പോലും വീട്ടുകാരെ ബന്ധപ്പെടാനുള്ള അനുമതി കൊടുത്തിരുന്നില്ല. അങ്ങനെയെല്ലാം ക്രൂരമായി അവരെ പീഡിപ്പിച്ച ശേഷമാണ് അവരെ ഈ സംഘത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് ശക്തമായി തന്നെ അന്വേഷിക്കുകയാണ്. കേരളം ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വലിയ പീഡനം നേരിട്ട ഒരു കേസ് കൂടിയാണ് ഇത്. രുചിഷ, ശരി സഹിൻ, എന്തായാലും ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ ചുരുളാണ് ഒന്നൊന്നായി അഴിയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം കൂടി പോലീസ് ഇക്കാര്യത്തിൽ പരിശോധിക്കും.